പ്രിയപ്പെട്ടവരെ, ഇറാൻ യുദ്ധത്തിന് ശേഷമുള്ള അമേരിക്കയുടെ സാഹചര്യം വ്യത്യസ്തമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നടന്ന ഡിന്നർ പാർട്ടിയിൽ വധശ്രമത്തിന് വിധേയമായിരിക്കുന്നത്. ആ വൈറ്റ് ഹൗസിന്റെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്ന ആ ഒരു ഡിന്നർ പാർട്ടിയിൽ എങ്ങനെയാണ് ട്രംപിനെ വധിക്കാൻ വേണ്ടി ഒരാൾ കയറി വരുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. എന്തായാലും ഡൊണാൾഡ് ട്രംപിന് ഏറ്റവും സുരക്ഷിതമെന്ന് വിശ്വസിക്കാവുന്ന ഇടം വൈറ്റ് ഹൗസിൽ പോലും സുരക്ഷിതമല്ല. അവിടെ പോലും അദ്ദേഹത്തിന് പൂർണ്ണ സെക്യൂരിറ്റി ഇല്ല എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാന്റെ നേതൃത്വത്തിനെതിരെ അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് ആക്രമണം നടത്തി. നമുക്കറിയാം, ആയത്തുള്ള അലി ഖുമേനിയെ കൊലപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാന്റെ തലവനാണെങ്കിലും ലിബിയൻ നേതാവ് മുഅമ്മർ ഖദ്ദാഫി ആണെങ്കിലും ഇറാഖ് നേതാവ് സദ്ദാം ഹുസൈൻ ആണെങ്കിലും അവരൊന്നും തന്നെ അവരുടെ രാഷ്ട്രത്തിൽ നടന്ന ഇതുപോലുള്ള ഒരു പാർട്ടിയിൽ അവരുടെ തന്നെ അനുയായികൾ പ്രതിഷേധിച്ചുകൊണ്ട് വെടിവെച്ച് കൊലപ്പെടുത്തിയതല്ല. തന്റെ രാഷ്ട്രത്തിന്റെ ശത്രുക്കളുടെ വെടിയും മിസൈലും ഏറ്റുകൊണ്ടാണ് അവർ മരണപ്പെടേണ്ടി വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവരുടെ നാടിന് വേണ്ടി, അവരുടെ സംസ്കാരത്തിന് വേണ്ടി അവർ ധീരമായി മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അമേരിക്കയിൽ നിന്ന് ഇപ്പോഴുണ്ടാകുന്നത് അങ്ങനെയല്ല. ഏതെങ്കിലും വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ നിന്ന്, അമേരിക്കയുടെ ശത്രു രാഷ്ട്രങ്ങളിൽ നിന്നോ ഉള്ള നീക്കങ്ങളല്ല. നേരെ മറിച്ച് ഈ ട്രംപിനെ പോലുള്ള ഭരണാധികാരികളുടെ ചില നീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ തന്നെയുള്ള ആളുകളാണ് അവർക്കെതിരെ വെടിയുതിർക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇറാൻ നേതൃത്വത്തിനെതിരെ അവർ നടത്തിയ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ അവരുടെ പാർലമെന്റിലോ അങ്ങനെ എവിടെയെങ്കിലും വെച്ച് അവർക്കെതിരെ വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് സദ്ദാമിനാണെങ്കിലും ഖദ്ദാഫിക്കാണെങ്കിലും അവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഇത് അമേരിക്കയിലാണ് ഇപ്പോഴുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ചരിത്രം വായിച്ചാൽ തന്നെ സ്വേച്ഛാധിപതികൾ, ധിക്കാരികൾ, അവരുടെയൊക്കെ അവസാനത്തെ സാഹചര്യം ഇങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇവിടെ ഒരു കാര്യം പ്രസക്തമാണ്. അമേരിക്കയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അവരുടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുന്നു എന്ന സംശയം നിലനിൽക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ നാവിക സേനയുടെ പ്രധാനപ്പെട്ട സെക്രട്ടറി, അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. നമുക്കറിയാം, തൊട്ടു മുമ്പാണ് ഇറാന്റെ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് ജോൺ കെന്റ് രാജിവെക്കുന്നത്. അതിനുശേഷം പിന്നെ സൈനിക നേതൃത്വത്തിലുള്ള സൈനിക തലവന്മാരായ പല ആളുകളുടെയും രാജിയാണ് പിന്നീട് കാണുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ലോകത്തെ ഏറ്റവും വലിയ പവർ എന്ന് വിശ്വസിക്കുന്ന അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ്. ഈ സൈനിക നേതൃത്വത്തിന് എതിരെ നടപടി സ്വീകരിക്കുമ്പോൾ ഇനി എത്ര ആളുകൾക്കെതിരെ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായി വരുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സമ്മർദ്ദ നീക്കങ്ങൾ ആർക്കെല്ലാം എതിരെ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ആളുകളായിരിക്കുമോ എങ്ങനെ ഏതെങ്കിലും ഒരാളെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഇവിടെ നിലനിൽക്കുകയാണ്. ഏറ്റവും സുരക്ഷിതമെന്ന് പറയാവുന്ന വൈറ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരാൾക്ക് കയറി വരാൻ സാധിച്ചത്? അതിനാരാണ് പഴുത് ഉണ്ടാക്കി കൊടുത്തത്? അതല്ല എങ്കിൽ ഇവിടെ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് തോക്കെടുക്കേണ്ട സാഹചര്യം വരും. എന്തായിരുന്നാലും ട്രംപിനോടൊപ്പം ഈ ഭരണത്തിൽ നേതൃത്വം നൽകുന്ന ആളുകൾക്കെതിരെയും അതിശക്തമായ പ്രതിഷേധം അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത്. ഇറാനെതിരെ നെതന്യാഹുവും ട്രംപും യുദ്ധത്തിനൊരുങ്ങുമ്പോൾ അവിടെയുള്ള സാധാരണക്കാരായ ഇറാനിലുള്ള ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിക്കാനായിരുന്നു ശ്രമിച്ചതെങ്കിൽ യുദ്ധം ആരംഭിച്ചതോടുകൂടെ ബോധ്യപ്പെടുന്നത് ഇത് മൊസാദിന്റെയും CIA കളികൾ മാത്രമായിരുന്നു. ഇറാനിലെ ജനങ്ങൾ ഭരണകൂടത്തിന് എതിരല്ല എന്ന് വ്യക്തമാകുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. അതേ സമയത്ത് ഇപ്പോൾ അത്തരത്തിലുള്ള തരംഗങ്ങൾ ഉയർന്നു വരുന്നത് ഇസ്രയേലിനകത്തും അതുപോലെ അമേരിക്കക്കുള്ളിലുമാണ്. ഇറാനെതിരെയുള്ള ഈ നീക്കവും ഈ യുദ്ധങ്ങളുമെല്ലാം സയനിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമാണ്. അമേരിക്ക എന്ന് അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രത്തെ ട്രംപ് ബലിയർപ്പിക്കുകയാണ് ഇസ്രയേലിന് വേണ്ടി എന്ന അതിശക്തമായ പ്രചാരണങ്ങളാണ് ഇപ്പോൾ അമേരിക്കക്കുള്ളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തെ മുഴുവൻ ക്രിസ്ത്യാനികളും ബഹുമാനിക്കുന്ന 14ാമൻ പോപ്പ്, വത്തിക്കാനിലെ പോപ്പിനെതിരെ പോലും ട്രംപ് അതിശക്തമായ രൂപത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും നടത്തി. ഇതെല്ലാം
ലോകത്തുള്ള ക്രൈസ്തവരെ വേദനിപ്പിച്ചും ഈ ജൂത സയനിസ്റ്റുകൾക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്ന അവർക്ക് വേണ്ടി ഈ രാഷ്ട്രത്തെ ബലിയർപ്പിക്കുന്ന നീക്കം ട്രംപ് നടത്തുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം അമേരിക്കയുടെ ഇപ്പോഴത്തെ നയങ്ങൾക്കെതിരെയും അതുപോലെ ട്രംപിന്റെ കീഴിലുള്ള ഭരണകൂടത്തിനെതിരെയും അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഈ രാഷ്ട്ര നേതൃത്വത്തിനെ വധിക്കാനുള്ള ശ്രമത്തിലേക്ക് വരെ അവിടെയുള്ള ജനങ്ങളെ എത്തിക്കുമോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കാപരമായിരിക്കുന്നത്. എന്നാൽ ഇനി അമേരിക്കയിലുള്ള ട്രംപിനെ പോലുള്ള നേതൃത്വത്തിന് വൈറ്റ് ഹൗസിനുള്ളിൽ പോലും സുരക്ഷിതമായി അന്തിയുറങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്കാണോ കടന്നു പോകുന്നത് എന്നതാണ് ഇപ്പോൾ ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.